എല്ലാവർക്കും ഈക്വൽസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന പരസ്യമൊന്നുമല്ല, ഒരു ഇൻഫർമേഷൻ ആണ്. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. പോലീസ് ഡ്രൈവർ, ഫയർമാൻ പോലെയുള്ള ഡ്രൈവർ പരീക്ഷകൾ അപ്ലൈ ചെയ്യുന്ന ആളുകൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം. നിങ്ങൾ മാത്രമല്ല, PSC പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന മിക്ക ആളുകളും ഉയർത്തേണ്ട അല്ലെങ്കിൽ അടിസ്ഥാനപരമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം കൂടിയാണ്. നിങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫയർമാൻ ഡ്രൈവറുമായി ബന്ധപ്പെട്ട തസ്തിക അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ ഏജ് കൊടുത്തിരിക്കുന്ന സമയത്ത് ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെയാണ് ഫയർമാൻ ഡ്രൈവറിന്റെ ആ ഏജ് വെച്ചിരിക്കുന്നത് എന്നുള്ളത്. മറ്റ് തസ്തികകളിലെല്ലാം, പോലീസ് ഡ്രൈവർ ഉൾപ്പെടെയുള്ള തസ്തികകളിലെല്ലാം 20 വയസ്സ് മുതൽ 28 വയസ്സ് വരെ ആയിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ ഫയർമാൻ ഡ്രൈവറിൽ മാത്രം ആ മാറ്റം വന്നിട്ടില്ല. നിങ്ങൾക്ക് കോമൺ സെൻസ് വെച്ച് അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ലൈസൻസ് കിട്ടാനായിട്ട് 18 വയസ്സാണ് വേണ്ടത്. അപ്പോൾ ആ 18 വയസ്സുള്ള ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും ഹെവി ലൈസൻസ് കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥ ഇരിക്കെ ഈ പറയുന്ന ഏജ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 26 വരെ ആക്കിയിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഒരാൾക്ക് ഹെവി ലൈസൻസ് എടുക്കാൻ 20 വയസ്സ് വേണം. സോ ഈ പറയുന്ന എല്ലാ നോട്ടിഫിക്കേഷനിലും അത് 20 മുതൽ 28 വയസ്സ് വരെ ആക്കിയിട്ടുണ്ട്. പക്ഷെ ഫയർമാൻ ഡ്രൈവറിന്റെ നോട്ടിഫിക്കേഷനിൽ മാത്രം ആ മാറ്റം വന്നിട്ടില്ല. ഈ മാറ്റം വന്നാലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 വയസ്സ് മുതൽ 28 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഈ പറയുന്ന നേരത്തെ 26 എന്നുള്ളത് ജനറൽ വിഭാഗത്തിന് 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. അത് OBC-യിലേക്ക് ആകുമ്പോൾ 31 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. SC/ST ആണെങ്കിൽ 33 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ വെറുതെ ഈ 18 മുതൽ 20 വയസ്സ് വരെയുള്ള ആ 2 വർഷം ഇങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ചാൻസ്, അല്ലെങ്കിൽ ഇത്രയും അധികം ആളുകൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ കിട്ടുക എന്നുള്ള, അവർക്ക് സാധ്യത കൂടുതൽ വരികയാണ്. അപ്പോൾ ദയവ് ചെയ്ത് PSC ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷനുകൾ അയക്കുമ്പോൾ അല്ലെങ്കിൽ ഇറക്കുന്ന സമയത്ത് കുറച്ച് കോമൺ സെൻസ് കൂടി ഉപയോഗിച്ചാൽ നന്നായിരുന്നു എന്ന് വിചാരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഗ്രീവിയൻസ് ഓൾറെഡി PSC അറിയിച്ചിട്ടുണ്ട്, ചെയർമാനെ അറിയിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിലും എന്താണെങ്കിലും, നിങ്ങൾ PSC പഠിക്കുന്നവരാണെങ്കിൽ ഇത്തരത്തിലുള്ള ഇഷ്യൂസ് എല്ലാവരെയും ബാധിക്കുന്ന ഇഷ്യൂ ആണ്, അതിൽ മാത്രമേ നിങ്ങൾ സംസാരിക്കൂ. അങ്ങനെയൊന്നും വിചാരിക്കരുത്. അങ്ങനെ വിചാരിക്കുന്നതുകൊണ്ടാണ് ആരുടെയെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്നത്. പോലീസിന്റെ മുൻപ് നടന്ന സമരവുമായി ബന്ധപ്പെട്ട് അവർ മാത്രമേ അവസാനം ഉണ്ടായിരുന്നുള്ളതെന്ന് അറിയാലോ. അപ്പോൾ അത്തരത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഫൈറ്റ് എന്ന് പറയുന്നൊരു പരിപാടി ഇവിടെ നടക്കില്ല. നമ്മുടെ ഗ്രീവിയൻസ് അവരെ അറിയിക്കുക എന്നുള്ളത് എല്ലാവരും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന നോട്ടിഫിക്കേഷനിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് PSC-യിലെ പ്രമുഖരായ യൂട്യൂബേഴ്സിനെ കൊണ്ട് ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യിക്കുക എന്നുള്ളതാണ്. കുറേ ആളുകൾ ഇത് കണ്ട ആളുകൾ ചെയ്തെന്ന് അറിയില്ല. ഞാൻ യൂട്യൂബിൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ അവരോടെല്ലാം വീഡിയോ ചെയ്യാൻ പറയുക. അതുപോലെ തന്നെ നിങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളോട് ഈ വിഷയം അവതരിപ്പിക്കുക. ഈ 3 വർഷമോ കൂടുതൽ 2 വർഷമോ കൂടുതൽ ഇട്ടെന്ന് പറയുമ്പോൾ എന്തോ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇപ്പോൾ 28 വയസ്സുള്ള ഒരു ജനറൽ വിഭാഗത്തിലെ 27 വയസ്സുള്ള ഒരാൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതെന്ത് അയാളുടെ അത്രയും സാധ്യത കളയല്ല. അപ്പൊ നമുക്ക് ആ ഒരു ചാൻസ് നമുക്കായിട്ട് അവർക്ക് നേടിക്കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞൊരു കാര്യം നമ്മൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് സാധാരണ നോർമലായിട്ട് നമ്മൾ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. PSC ചെയർമാന് നിവേദനം കൊടുക്കുക, PSC ഓഫീസിൽ വിളിച്ച് കംപ്ലൈന്റ് കൊടുക്കുക. ഇത് രണ്ടും നിങ്ങൾ സാധാരണ ചെയ്യുക. അതൊരു നമ്മൾ അമ്പലത്തിൽ പോയി മണി അടിക്കുന്ന കണക്ക് നിങ്ങൾ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അതല്ലാതെ ചെയ്യാവുന്ന ഹോം ഡിപ്പാർട്ട്മെന്റിന്റെ ഈ പറയുന്ന അഡീഷണൽ സെക്രട്ടറിക്ക് നിങ്ങൾക്ക് ഈ വിവരം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കത്തെഴുതാം. അതായത് ഈ പറയുന്ന 18 മുതൽ 26 വരെയാണ് ഫയർമാൻ നോട്ടിഫിക്കേഷനിൽ ഏജ് വന്നിരിക്കുന്നത്. ഈ പറയുന്ന 20 മുതൽ 28 വയസ്സ് വരെ മറ്റ് തസ്തികളിലെല്ലാം, പോലീസ് ഡ്രൈവർ ഉൾപ്പെടെയുള്ള തസ്തികളിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇതിൽ കൂടി മാറ്റം വരുത്തി കഴിഞ്ഞാൽ കുറച്ചധികം ആളുകൾ കൂടി ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ രീതിയിൽ നിങ്ങളുടെ വിഷമങ്ങൾ പറഞ്ഞുകൊണ്ടൊരു കത്ത് ഹോം ഡിപ്പാർട്ട്മെന്റിലെ അഡീഷണൽ സെക്രട്ടറിക്ക് എഴുതാം. അതുപോലെ തന്നെ കേരള PSC-യുടെ സെക്രട്ടറിക്കും ഇതേ കാര്യം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു കത്ത് തയ്യാറാക്കാം. അപ്പോൾ ഉറപ്പായിട്ടും ഇതൊക്കെ നിങ്ങൾ ചെയ്യാവുന്ന ഒരു പേപ്പറിന്റെ ചെലവേ ഉള്ളൂ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഉറപ്പായിട്ടും നിങ്ങൾ ഇത് ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ എന്തായാലും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുപോലെ തന്നെ PSC ചെയർമാൻ ഈ പറയുന്ന കത്ത് എഴുതിയിട്ടുണ്ട്. PSC ഓഫീസിലും വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെയാണ്. എത്രമാത്രം നടക്കുന്ന കാര്യം എന്നറിയില്ല. നമ്മളാൽ ചെയ്യാൻ കഴിയുന്ന ഒരു സഹായം അത് നിങ്ങൾ ചെയ്യുക. നിങ്ങളിപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാവരും ഇത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാവരും ഇടപെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചെയ്യാൻ പറ്റുന്നവർ മാക്സിമം ചെയ്യുക. ഇതൊരു നല്ല ഇനിഷ്യേറ്റീവ് ആണ്. ഇതുകൊണ്ട് കുറേ ആളുകൾക്ക് അഡ്വാൻറ്റേജ് ഗുണം കിട്ടും. അങ്ങനെ ഗുണം കിട്ടി അവർ രക്ഷപ്പെട്ടു പോകുന്നെങ്കിൽ രക്ഷപ്പെട്ടു പോട്ടെ. നമുക്ക് എന്തായാലും മറ്റുള്ളവർക്ക് എന്തായാലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമല്ല ഇത്. എല്ലാവർക്കും നല്ലതുണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരോടും ഇത് ചെയ്യാൻ പറയുക. യൂട്യൂബേഴ്സൊക്കെ ഇത് വീഡിയോ കാണുന്ന യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളും കൂടി ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ആളുകളിലേക്ക്, നമുക്ക് റീച്ച് വളരെ കുറവാണ്, റീച്ചുള്ള ആളുകൾ കൂടി എത്തരത്തിലുള്ള വീഡിയോ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തി കൂടുതൽ സംസാരിക്കാൻ സാധ്യതയുണ്ട്. PSC-യുടെ ഓഫീസുകളിലേക്ക് ആ വിഷയം എത്താൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഈ പറയുന്ന നോട്ടിഫിക്കേഷനിൽ
അവർ തിരുത്താൻ മറന്നുപോയതായിരിക്കും, അവരുടെ ശ്രദ്ധയിൽ പെടാതിരിക്കുന്നതായിരിക്കാം. അപ്പോൾ അത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ്. എത്ര ഉച്ചത്തിൽ സംസാരിക്കുന്നു അത്രയും ഉച്ചത്തിലെ അവിടെ അത്രയും സാധ്യത കൂടും അവിടെ ചെല്ലാനായിട്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും സംശയങ്ങളോ പ്രശ്നങ്ങളോ നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനലിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനലിലെ വീഡിയോസും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക.